ഇന്നലെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. അത്തരമൊരു ഘട്ടം വന്നപ്പോൾ കണ്ടത് വല്ലാതെ അസ്വസ്ഥനായി സംസാരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. കാണേണ്ട കാര്യം, സബ്ജക്റ്റ് കമ്മിറ്റി ഒഴിവാക്കി ധനകാര്യ ബിൽ പാസാക്കിയതിനെ ന്യായീകരിക്കാൻ ചില വിദണ്ഡവാദങ്ങൾ അണിനിരത്തിയെന്താണ്. അതിലൊന്ന്, തൊട്ടു മുൻപത്തെ ബജറ്റിൽ ഇതേ രീതിയിൽ സബ്ജക്റ്റ് കമ്മിറ്റി കൂടിയിരുന്നില്ല എന്നൊരു ന്യായവാദം മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ബജറ്റിൽ ആ ഘട്ടത്തിൽ ഒരു പുതിയ നികുതി നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ മാത്രം സ്വീകരിക്കുന്ന നടപടി, അത്തരമൊരു നടപടിക്രമം നികുതി നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ധനകാര്യ ബില്ലിന് എങ്ങനെയാണ് ബാധകമാവുക? ഈ വസ്തുത സൗകര്യപൂർവ്വം മറച്ചുവെക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യം അന്നത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നികുതി നിർദ്ദേശമില്ലാത്ത ധനകാര്യ ബില്ലും നികുതി നിർദ്ദേശമുള്ള ധനകാര്യ ബില്ലും അത് തമ്മിലുള്ള വ്യത്യസ്തതയുണ്ട്. അപ്പോൾ നികുതി നിർദ്ദേശമുള്ള ധനകാര്യ ബില്ല് എല്ലാ കാലത്തും സബ്ജക്റ്റ് കമ്മിറ്റിയുടെ മുൻപാകെ പോയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇവിടെ ബിവറേജസ് കോർപ്പറേഷന് മാത്രമേ കേരളത്തിൽ മദ്യവിൽപ്പനക്ക് അധികാരമുള്ളൂ. അവർക്ക് വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യാൻ അനുമതി നൽകിയില്ലെങ്കിൽ എങ്ങനെ നികുതി ഇളവ് നൽകിയ മദ്യം വിൽക്കാൻ പറ്റും എന്നൊരു വിചിത്രവാദവും മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ ബിവറേജസ് കോർപ്പറേഷനോ സർക്കാരോ ഇങ്ങനെ മദ്യം വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമായി പറയാൻ തയ്യാറാകുന്നില്ല. അതിലൊരു ഉരുണ്ടുകളിയാണ് ഉണ്ടായിട്ടുള്ളത്. ബിവറേജസ് കോർപ്പറേഷൻ ഇത് വിൽക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഇത്ര തിടുക്കപ്പെട്ട് എന്തിനാണ് നികുതി ഇളവ് നൽകുന്നത്? എന്താണ് അതിൻ്റെ അടിയന്തര ആവശ്യം? മുൻകൂറായി ഇത്തരമൊരു നികുതി ഇളവ് നിയമത്തിൻ്റെ ഭാഗമായി പാസാക്കി വെക്കുകയാണല്ലോ. എന്തിനാണത്? കോൾഡ് സ്റ്റോറേജിൽ വെക്കാനുള്ളതാണോ നിയമനിർമ്മാണം? ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ബക്കാർഡിക്ക് നിയമവിരുദ്ധമായി നികുതി ഇളവ് നൽകാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുൻകൈ എടുക്കുന്നു എന്നത് തന്നെയാണ്. നികുതി ഇളവിന് പിന്നിലെ അസാധാരണമായ ഫയൽ നീക്കത്തിലുണ്ടായ വേഗത, അത് എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. ഈ സഭാ സമ്മേളനത്തിൽ KGST നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് വൻകിട മദ്യക്കമ്പനികളെ വഴിവിട്ട് സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനെല്ലാം പിന്നിലുണ്ടായിട്ടുള്ളത്. ഇതിനുവേണ്ടി നിയമനിർമ്മാണ സഭയെ ദുരുപയോഗം ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അത് ശരിയായ നടപടിയല്ല. ഇതാണ് സഭാ ബഹിഷ്കരണത്തിലേക്ക് പ്രതിപക്ഷത്തെ എത്തിച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി 251% നിന്ന് 120% ഒറ്റയടിക്ക് വെട്ടിക്കുറക്കുകയാണ് ചെയ്തത്. ആർക്കു വേണ്ടിയാണത്? ഇതുകൊണ്ട് നാട്ടിനെന്താണ് ലാഭം? സർക്കാരിനെന്താണ് ലാഭം? നഷ്ടമല്ലേ ഉള്ളൂ. എന്നാൽ അതേസമയം മദ്യ കമ്പനിക്ക് നല്ല ലാഭം കൊയ്യാനും കഴിയും.
ഇവിടെ ഭേദഗതി പാസ്സാക്കുകയും നികുതി നിരക്ക് വിജ്ഞാപനം ചെയ്യുകയും ചെയ്താൽ ഇതിൻ്റെ വിൽപ്പന നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയും. സ്വാഭാവികമായും വിൽക്കാൻ താല്പര്യമുള്ള മദ്യ കമ്പനികൾക്ക് കോടതികളെ സമീപിക്കാൻ അവസരമുണ്ടാവില്ലേ? കോടതികളിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിക്കില്ല എന്ന ഉറപ്പ് സർക്കാരിനുണ്ടോ? അങ്ങനെ അനുകൂല ഉത്തരവുകൾ നേടാൻ മദ്യ കമ്പനികൾക്ക് ഇത് അവസരമുണ്ടാക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളടക്കമുള്ള യുവതലമുറ വീര്യം കുറഞ്ഞ ഈ മദ്യത്തിൽ ആകൃഷ്ടരാകുന്ന അവസ്ഥ വന്നാൽ അത് പിന്നീട് വീര്യം കൂടിയ ലഹരിയിലേക്കും കടക്കുന്നതിനല്ലേ ഇടയാക്കുക. ഈ സാമൂഹ്യ വിപത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ സ്പിരിറ്റ് അധിഷ്ഠിതമായ മദ്യത്തിന് ഒരു നികുതി ഇളവും ഇതേവരെ നൽകിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷം LDF സർക്കാരായിരുന്നല്ലോ. അത്തരത്തിലുള്ള ഒരു നികുതി ഇളവും LDF സർക്കാർ നൽകിയിട്ടില്ല. LDF സർക്കാർ ആലോചിച്ചത് തന്നെ പഴം, ധാന്യങ്ങൾ ഇവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർട്ടി വൈന് അതിന് നികുതി ഇളവ് നൽകുന്ന കാര്യം ആലോചിച്ചിരുന്നു. അപ്പോൾ ഹോർട്ടി വൈനിൻ്റെയും ഹോർട്ടി ലിക്കറിൻ്റെയും തരത്തിലല്ല ഇപ്പോഴത്തെ സ്പിരിറ്റ് അധിഷ്ഠിത മദ്യം. അപ്പോൾ സ്പിരിറ്റ് അധിഷ്ഠിത മദ്യത്തിന് കൂടി ഈ ഹോർട്ടി വൈനിൻ്റെയും ഹോർട്ടി ലിക്കറിൻ്റെയും ഇളവിനെക്കുറിച്ച് അന്ന് ആലോചിച്ചത് ബാധകമാക്കാനാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്.